ഹലോ കൂട്ടുകാരെ, നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ SS വ്ളോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ മലമ്പുഴയിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. മലമ്പുഴ ഫ്ലവർ ഷോ ഒക്കെ കഴിഞ്ഞു. ജനുവരിയിലായിരുന്നു, ഇപ്പോൾ ഫെബ്രുവരി ആയി. ഫ്ലവർ ഷോ കഴിഞ്ഞതിൻ്റെ കുറേ അവശേഷിപ്പുകൾ ഇവിടെ ഉണ്ട് ഇപ്പോഴും. അപ്പോൾ എന്താ വെച്ചാൽ ഞാനും അമ്മയും വൈഫും കൂടെ വന്നതാണ്. ഞാൻ അമ്മേനെയൊക്കെ ഒന്ന് ഔട്ടിങ് കൊണ്ടുവന്നിട്ട് കുറേ ആയി. അപ്പോൾ അമ്മ അങ്ങനെ മലമ്പുഴയൊക്കെ കണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ് കണ്ടതാണ്. അച്ഛനൊക്കെ ഉള്ള കാലത്ത് കൊണ്ടുവന്നതാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒരു ഔട്ടിങ്ങിനൊന്ന് വന്നിട്ട് എന്നാൽ ശരി അമ്മേനെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ നന്നായിട്ട് ഇതേപോലെ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിലൊക്കെ വളരെ നല്ല കാര്യമാണ് ഗാർഡൻ. അപ്പോൾ ഫ്ലവർ ഷോയ്ക്ക് വേണ്ടി നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രത്യേകതരം ഇത് നമ്മുടെ സാധാ വാടാമല്ലിയാണ്. ഇതിൻ്റെ തന്നെ ഒരു റെഡ് കളർ വാടാമല്ലിയാണ് ഈ കാണുന്നത്. ഇങ്ങനത്തെ പൂവൊന്നും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. അന്ന് ഫ്ലവർ ഷോയ്ക്ക് വന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ ഈ വാടാമല്ലി. അപ്പോൾ വൈഫാണ് പറഞ്ഞത് ഇതുമാതിരി ഒരു പ്രത്യേക കളർ 2 ടൈപ്പ് ഉണ്ട് ഇതിൽ. റെഡിൽ തന്നെ ലൈറ്റ് റെഡും ഉണ്ട്, ഡാർക്ക് റെഡും ഉണ്ട്. അങ്ങനെ വെറൈറ്റിയായ കുറച്ച് പൂക്കളൊക്കെ ഉണ്ട്. പിന്നെ പരീക്ഷ സമയം ആയതുകൊണ്ടാണ് വലിയ തിരക്കില്ല. എന്നാലും അത്യാവശ്യം കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. അവിടെ ഫൗണ്ടെയിൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അന്ന് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു, ഞാനും വൈഫും കൂടി വന്നപ്പോൾ ഫ്ലവർ ഷോ സമയത്ത് വന്നപ്പോൾ നമ്മുടെ LICയിൽ കുറച്ച് ഫ്രണ്ട്സ് ആ സമയത്തുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടി വന്നുകൊണ്ട് പിന്നെ എനിക്ക് വീഡിയോ ഒന്നും വിശദമായിട്ട് എടുക്കാൻ പറ്റിയില്ല. അവരെല്ലാവരും യാദൃശ്യമായിട്ട് ഇവിടുന്ന് കണ്ടതാണ്. അപ്പോൾ പിന്നെ അവരുടെ കൂടെ ആയിപ്പോയി. അത് കാരണം വീഡിയോ ഒന്നും കാര്യമായിട്ട് എടുക്കാൻ പറ്റിയില്ല. ഇത് അതിൻ്റെ ഉള്ളിലുള്ളൊരു കനാലാണ്. ഓക്കെ, കാണാനൊക്കെ നല്ല ഭംഗിയുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ്. ഒരു 2 മാസം കഴിഞ്ഞാൽ ഇനി വെയിലിൻ്റെ ചൂട് കൂടുമ്പോൾ ഇതെല്ലാം വാടിക്കൊഴിയായിരിക്കും. ഇതിലിപ്പോൾ @% കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ ഞങ്ങളൊരു 1 മണിക്കൂറോളം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ച് പോകാമെന്ന് പറഞ്ഞിട്ടാണ്. വേറെന്താ, മലമ്പുഴയെ പറ്റി ഇനിയിപ്പോൾ കൂടുതലായിട്ടൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ ഫ്ലവർ ഷോൻ്റെ കുറേ അവശേഷിപ്പുകൾ അത് അവിടെ കാണുന്നുണ്ട്. എന്ന് പറയുക, അവർ ഈ തെങ്ങിൻ്റെ ഓല വെച്ച് ഉണ്ടാക്കിയ ചില സംഭവങ്ങളൊക്കെയാണ്. ഒരു പൂക്കൾ പോലെയൊക്കെ അങ്ങനെ കുറേ സംഭവങ്ങൾ, ഒരു കപ്പിൻ്റെ ഉള്ളിൽ നിന്ന് പൂക്കൾ വരുന്ന പോലെ അങ്ങനെ അതൊക്കെയോ കുറേ സംഭവങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ സ്റ്റോളുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വേറെ മലമ്പുഴയെ പറ്റി ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പറയാൻ വന്നാൽ കവയും ആനക്കല്ലും തെക്കേ മലമ്പുഴയൊക്കെ അത് വേറൊരു ഭംഗിയാണ്. ഗാർഡൻ ആകുമ്പോൾ വേറൊരു ഭംഗിയാണ്. അപ്പോൾ ഞങ്ങളെല്ലാ സ്ഥലത്തും പോയിട്ടുണ്ട്. ഞങ്ങൾ കവ ഒരു പരിധി വരെ പോയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി അതിൻ്റെ അപ്പുറത്തേക്ക് കൂടി പോകണം. അത് പിന്നൊരു ദിവസം അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞിട്ടാണ്. ഞാൻ ആ വലിയ കാട് എന്ന് പറഞ്ഞ സ്ഥലം വരെ പോയിട്ടുണ്ട്. അപ്പോൾ വൈഫിനെ ഒന്ന് ആ വഴിക്കൊന്ന് കൊണ്ടുപോയിട്ട് കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ്. അത് കുറച്ചുകൂടി നല്ലൊരു സ്ഥലമാണ്, പക്ഷെ കുറച്ച് ദൂരം പോകാനുണ്ട്. അപ്പോൾ വേറെന്താണ് മലമ്പുഴയെ പറ്റി ഇനിയിപ്പോൾ മലമ്പുഴ കാണാത്തവർ വളരെ കുറവായിരിക്കും. പക്ഷേ എന്താ വെച്ചാൽ പണ്ട് നല്ല ഷൂട്ടിംഗ് സ്പോട്ടായിരുന്നു. ഇപ്പോൾ അത് ഷൂട്ടിങ്ങുകളൊന്നും നടക്കുന്നില്ല. വളരെ നല്ലൊരു ഷൂട്ടിംഗ് സ്പോട്ടായിരുന്നു ഇത്. പഴയ സിനിമകളൊക്കെ ഇവിടെ ഒരുപാട് ഷൂട്ടിംഗ് കഴിഞ്ഞ സ്ഥലമാണ്. അപ്പോൾ ഷൂട്ടിങ്ങുകളൊന്നും നടക്കുന്നില്ല. അത് മാത്രമാണ് ഒരു ഇത് സങ്കടം. ഓക്കെ, എന്നും ഇതേപോലെ തന്നെ ഇതിനേക്കാളും ഭംഗിയായി ഉദ്യാനം സംരക്ഷിക്കപ്പെട്ടെ എന്ന് നമുക്ക് ഏതൊരു പാലക്കാട്ടുകാരനെ പോലെയും ഞാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, അപ്പോൾ വീഡിയോ അത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. ഇനി ഞങ്ങൾ വേറെ സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കാരണം വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ടൈമായി പോയി. ഉടൻ തന്നെ അടുത്തൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ചാനൽ കാണാത്തവരെല്ലാവരും ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തൊക്കെയാണ് നീ മിസ്റ്റേക്കൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് പറയുക. ഓക്കെ, താങ്ക് യു, ബൈ ബൈ, സി യു.